+2 ശേഷം LBS ത്രൂ നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓൾറെഡി നമ്മുടെ ചാനലിൽ കേരളത്തിലെ മികച്ച ടോപ്പ് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളുടെ ലിസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ എല്ലാ കുട്ടികൾക്കും ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ തന്നെ നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടണം എന്നില്ല. കാരണം ഇൻഡെക്സ് മാർക്ക് പല കോളേജുകളിലും ലാസ്റ്റ് ഇയർ നോക്കുന്ന സമയത്ത് 300-ല് 300, 299, ആ ഒരു 300-ല് 300 ഏറ്റവും കൂടുതൽ കുട്ടികൾ കയറിയിട്ടുള്ളത്. പിന്നെ 299 ഒക്കെ ചില ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇയറത്തെ ഇൻഡെക്സ് മാർക്ക് വഴി നമുക്ക് കേരളത്തിലുള്ള എല്ലാ പാരാമെഡിക്കൽ കോഴ്സുകളും ലാസ്റ്റ് ഇയർ എത്ര മാർക്കുള്ള കുട്ടികളാണ് കയറിയിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് LBSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗവൺമെന്റ് കോളേജിൽ 300-ല് 300 അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടിയ കുട്ടികൾക്കാണ് യൂഷ്വലി കിട്ടാറുള്ളത്. അപ്പോൾ ഒരുപാട് കുട്ടികൾ ആ വീഡിയോക്ക് ശേഷം ചോദിച്ചിട്ടുണ്ട്, അതായത് ഗവൺമെന്റിൽ ഇപ്പൊ കിട്ടാൻ ചാൻസ് ഇല്ലെങ്കിൽ പിന്നെ പ്രൈവറ്റിൽ വേണമല്ലോ കൊടുക്കാൻ. ഇപ്പൊ പ്രൈവറ്റ് അല്ലെങ്കിലും സിമെറ്റ്, സിപാസ് അല്ലെങ്കിൽ മലബാർ ക്യാൻസർ സെന്റർ പോലുള്ള സ്ഥാപനങ്ങളുണ്ട്. ഇനി അതല്ലാതെ നോക്കുന്ന സമയത്ത് പ്രൈവറ്റ് സ്ഥാപനങ്ങളാണ് കൂടുതലും ഉള്ളത് കേരളത്തില്. അപ്പോൾ പ്രൈവറ്റ് സ്ഥാപനത്തിൽ കൊടുക്കുന്ന സമയത്ത് ഏറ്റവും നല്ല പ്രൈവറ്റ് നഴ്സിംഗ് കോളേജുകൾ ഏതൊക്കെയാണ് എന്ന് യൂഷ്വലി ചോദിക്കാറുണ്ട്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും മികച്ച പ്രൈവറ്റ് നഴ്സിംഗ് കോളേജുകൾ ഏതൊക്കെയാണ് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കൊടുക്കാം. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഒറ്റ നോട്ടത്തിൽ കോളേജുകളുടെ ലിസ്റ്റ് നോക്കുന്ന സമയത്ത് ഒറ്റ നോട്ടത്തിലാണ് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ അതിൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള നഴ്സിംഗ് കോളേജുകൾ ഏതൊക്കെയാണ്, അത് ഹോസ്പിറ്റൽ നോക്കിയിട്ടൊക്കെയാണ് ഞാൻ പറയുന്നത്. നല്ല ഹോസ്പിറ്റലുള്ള കോളേജുകൾ മാത്രമേ പറയുന്നുള്ളൂ. കാരണം നഴ്സിംഗ് പോലുള്ള കോഴ്സുകൾക്ക് അക്കാഡമിക്സ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് തിയറിയിലേറെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പ്രാക്ടിക്കൽസിനാണ്. അതായത് നമുക്ക് എത്രത്തോളം എക്സ്പോഷർ കിട്ടും എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് കേരളത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് നഴ്സിംഗ് കോളേജുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ആഫ്റ്റർ +2 മലയാളം എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട നഴ്സിംഗ് കോളേജുകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് നഴ്സിംഗ് കോളേജുകളുണ്ട്. ഇപ്പോൾ പ്രൈവറ്റ് മേഖലയിൽ നോക്കുമ്പോൾ മെഡിക്കൽ കോളേജുകൾ വരുന്നുണ്ട്. ഇപ്പോൾ KMCT മെഡിക്കൽ കോളേജ് കോഴിക്കോട്, മലബാർ മെഡിക്കൽ കോളേജ്, MES മെഡിക്കൽ കോളേജ് വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് മെഡിക്കൽ കോളേജുകൾ വരുന്നുണ്ട്. ഞാനിപ്പോൾ ഈ 3 മെഡിക്കൽ കോളേജ് പറഞ്ഞത് ഞാൻ മലപ്പുറംകാരനായതുകൊണ്ട് എൻ്റെ നിയർ ബൈ ആയിട്ടുള്ള മെഡിക്കൽ കോളേജ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഒന്ന് മെഡിക്കൽ കോളേജസ് ആണ്. ഈ മെഡിക്കൽ കോളേജസിലേറെ നല്ല എക്സ്പോഷർ കിട്ടുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റൽസും ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പൊ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്, അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, EMS ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ നല്ല ഹോസ്പിറ്റലാണ്. അപ്പൊ ഇങ്ങനത്തെ ഹോസ്പിറ്റൽസും ഉണ്ട്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കുന്ന സമയത്ത് കേരളത്തിലെ കുറച്ച് വളരെ പ്രധാനപ്പെട്ട നഴ്സിംഗ് കോളേജുകൾ, പ്രൈവറ്റ് ലെവലിൽ വരുന്ന നഴ്സിംഗ് കോളേജുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. LBS ത്രൂ നഴ്സിംഗ് നോക്കുന്ന കുട്ടികൾക്ക് ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൊക്കാലിറ്റി നോക്കിയിട്ട്, ഇപ്പോൾ ഞാൻ മലപ്പുറംകാരനാണ്, എൻ്റെ മലപ്പുറത്ത് അടുത്തുള്ള കോളേജുകളായിരിക്കും ഞാൻ കൂടുതലും ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് കൊടുക്കുക. അപ്പോൾ കൊടുക്കുന്ന സമയത്ത് നല്ല കോളേജിൽ കൊടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഞാനിത് ടോട്ടലി കേരളത്തിലുള്ള ഒരു പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ഈ ലിസ്റ്റുകൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. അത് ഒരു പോയിന്റ് ആണ്, അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട നഴ്സിംഗ് കോളേജുകളിൽ ഒന്ന് അമല മെഡിക്കൽ കോളേജ് തൃശ്ശൂർ വരുന്നുണ്ട്. 2 ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് തൃശ്ശൂർ തന്നെ വരുന്നത്. അമലയും ജൂബിലിയും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും, ഇപ്പൊ തൃശ്ശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പോലെ തന്നെ, അല്ലെങ്കിൽ തൃശ്ശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ തൃശ്ശൂരിലുള്ള ഏറ്റവും മികച്ച 2 മെഡിക്കൽ കോളേജാണ് അമല മെഡിക്കൽ കോളേജും അതുപോലെ തന്നെ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജും. ഈ 2 സ്ഥാപനങ്ങളും കേരളത്തിലെ ഏറ്റവും നല്ല നഴ്സിംഗിന് നല്ല ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടുന്ന കോളേജാണ്. പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കോളേജുകളിൽ 2 അമലയും ജൂബിലിയാണ്. പിന്നെ കിംസ് ഹോസ്പിറ്റൽ തിരുവനന്തപുരം വരുന്നുണ്ട്. നല്ല ഹോസ്പിറ്റലാണ്, അത്യാവശ്യം നല്ല ബെഡ് കപ്പാസിറ്റി ഉള്ള ഹോസ്പിറ്റലാണ് കിംസ് ഹോസ്പിറ്റൽ തിരുവനന്തപുരം. പിന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ വരുന്നുണ്ട്, അത് കോഴിക്കോടാണ് വരുന്നത്. EMS ഹോസ്പിറ്റൽ വരുന്നുണ്ട്, അത് പെരിന്തൽമണ്ണ വരുന്നുണ്ട്. EMS ഹോസ്പിറ്റൽ ഏകദേശം 540-ലധികം ബെഡ് കപ്പാസിറ്റി ഉള്ള ഹോസ്പിറ്റലാണ് EMS ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പെരിന്തൽമണ്ണ വരുന്ന മറ്റൊരു പ്രമുഖമായിട്ടുള്ള ഹോസ്പിറ്റലാണ് MES മെഡിക്കൽ കോളേജ്. MBBS അടക്കം പല കോഴ്സുകളും ഓഫർ ചെയ്യുന്ന ഒരു കോളേജാണ് ഈ MES മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. നല്ല കോളേജാണ്. അതുപോലെ തന്നെ കോഴിക്കോട് KMCT മെഡിക്കൽ കോളേജ് വരുന്നുണ്ട്, അതും നല്ല കോളേജാണ്. അതുപോലെ തന്നെ പുഷ്പഗിരി കോളേജ് വരുന്നുണ്ട്. പുഷ്പഗിരി തിരുവല്ല
വരുന്ന പുഷ്പഗിരി കോളേജും വൺ ഓഫ് ദ ടോപ്പ് ബെഡ് കപ്പാസിറ്റി ഉള്ള നഴ്സിംഗ് പഠിക്കാൻ പറ്റുന്ന നല്ലൊരു ഹോസ്പിറ്റലാണ് പുഷ്പഗിരി ഹോസ്പിറ്റൽ വരുന്നത്. പിന്നെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ എറണാകുളം വരുന്നുണ്ട്. നല്ല ഹോസ്പിറ്റലാണ് മെഡിക്കൽ ട്രസ്റ്റ്. ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനും അതുപോലെ തന്നെ നല്ല ICU കപ്പാസിറ്റീസും അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് മെഡിക്കൽ ട്രസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ലൂർദ് ഹോസ്പിറ്റൽ വരുന്നുണ്ട് എറണാകുളം. ഇതും നല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് എറണാകുളത്തുള്ള. ഇനി കാരിറ്റസ് കോളേജ് വരുന്നുണ്ട് കോട്ടയത്ത്. അതുപോലെ തന്നെ മലങ്കര ഓർത്തഡോക്സ് സിറിയൻ കോളേജ് വരുന്നുണ്ട്. ബിഷപ്പ് ബെൻസിംഗർ കോളേജ് വരുന്നുണ്ട്. മിംസ് കോളേജ് മലപ്പുറം വരുന്നുണ്ട്. പിന്നെ ശ്രീ ഗോകുലം കോളേജ് തിരുവനന്തപുരം വരുന്നുണ്ട്. ഹോളി ഫാമിലി കോളേജ് ഓഫ് നഴ്സിംഗ് ഇടുക്കി വരുന്നുണ്ട്. മാർ ബാസിലസ് കോളേജ് ഓഫ് നഴ്സിംഗ് എറണാകുളം വരുന്നുണ്ട്. ലിസ്സി ഹോസ്പിറ്റൽ എറണാകുളം, അതും പ്രമുഖമായിട്ടുള്ള ഹോസ്പിറ്റലാണ് ലിസ്സി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. പിന്നെ അൽഷിഫ ഹോസ്പിറ്റൽ വരുന്നുണ്ട്. അത് അൽഷിഫ മൗലാനൊക്കെ പെരിന്തൽമണ്ണുള്ള പ്രമുഖമായിട്ടുള്ള ഹോസ്പിറ്റൽസ് ആണ്. ഇനി അത് മാത്രമല്ല, ഇപ്പോൾ ശാന്തി ഹോസ്പിറ്റൽ ഓമശ്ശേരി വരുന്നുണ്ട്, അതും നല്ലതാണ്. നാഷണൽ ഹോസ്പിറ്റൽ വരുന്നുണ്ട് കോഴിക്കോട്, നല്ലതാണ്. PVS ഹോസ്പിറ്റൽ കോഴിക്കോട് വരുന്നുണ്ട്, കുഴപ്പമില്ലാത്ത കോളേജാണ് PVS എന്ന് പറയുന്നത്. ഇനി ഇതല്ലാതെ നോക്കുന്ന സമയത്ത് നിംസ് മെഡിസിറ്റി ഹോസ്പിറ്റൽ നെയ്യാറ്റിൻകര വരുന്നുണ്ട്. അത് 400+ ബെഡഡ് കപ്പാസിറ്റി ഉള്ള ഹോസ്പിറ്റലാണ് നിംസ് മെഡിസിറ്റി എന്ന് പറയുന്നത്. മേഴ്സി കോളേജ് വരുന്നുണ്ട് കോട്ടയത്ത്. അത് 300 ബെഡഡ് കപ്പാസിറ്റി ഉള്ള മേഴ്സി ഹോസ്പിറ്റലായിട്ടാണ് അവർ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത്. മാർസ്ലീവ ഹോസ്പിറ്റൽ വരുന്നുണ്ട്. അത് 300+ കപ്പാസിറ്റി ഉള്ള ബെഡ് കപ്പാസിറ്റി ഉള്ള ഹോസ്പിറ്റലാണ്, നല്ല കോളേജാണ്. അതുപോലെ തന്നെ സെന്റ് ജോൺസ് കോളേജ് കട്ടപ്പന 300 ബെഡ്+ കപ്പാസിറ്റി ഉണ്ട്. PRS കോളേജ് തിരുവനന്തപുരം 300+ ബെഡ് കപ്പാസിറ്റി ഉണ്ട്. വിജയ കോളേജ് കൊല്ലം കൊട്ടാരക്കര 300+ ബെഡ് കപ്പാസിറ്റി ഉണ്ട്. ട്രാവൻകൂർ കോളേജ് ഓഫ് നഴ്സിംഗ് വരുന്നുണ്ട്. അത് അനന്തപുരി ഹോസ്പിറ്റലൊക്കെ നല്ല ഹോസ്പിറ്റലാണ്. അതുപോലെ തന്നെ വിംസ് മെഡിക്കൽ കോളേജ് മേപ്പാടി വരുന്ന വിംസ് ആസ്റ്റർ വിംസ് ഹോസ്പിറ്റലിലെ നഴ്സിംഗും അത്യാവശ്യം നല്ലതാണ്. അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതും ഉൾപ്പെടാത്തതുമായിട്ടുള്ള ഒരുപാട് കോളേജുകളുണ്ട്. ഞാൻ ഒറ്റ നോട്ടത്തിലാണ് ഞാൻ ഇത്രയും കോളേജുകൾ പറഞ്ഞിട്ടുള്ളത്. കേരളത്തിൽ ടോട്ടൽ 157 നഴ്സിംഗ് കോളേജുകളാണുള്ളത്. കൊച്ചിയിൽ അമൃത എന്ന് പറയുന്നത് സെപ്പറേറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അത് കൂട്ടാതെ 157 നഴ്സിംഗ് കോളേജുകളാണ് 2025 കണക്ക് പ്രകാരം ഉള്ളത്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കോളേജുകൾ ഞാൻ ഒറ്റ നോട്ടത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഓപ്ഷന് വേണ്ടി കൊടുക്കാൻ നിൽക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു 5 ഓപ്ഷൻസ് 5-10 ഓപ്ഷൻസ് താഴെ കമന്റിൽ നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എൻട്രി കൊടുക്കാൻ സഹായിക്കുന്ന കുട്ടികൾക്ക് ഇത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആവും. അപ്പോൾ നിങ്ങൾ നഴ്സിംഗിന് അലോട്ട്മെന്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് ഇത്രയാണ്, നിങ്ങൾ ഇന്ന കോളേജുകളിലാണ് ഫസ്റ്റ് ഓപ്ഷൻ ഇന്ന കോളേജ് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു 5-10 കോളേജുകൾ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ചിട്ടുള്ളത് താഴെ കമന്റിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ വേറെയുള്ള കുട്ടികൾക്കും പാരൻസിനും അത് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാനലിൽ ജോയിൻ ചെയ്യുക. കമ്മ്യൂണിറ്റി ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ലിസ്റ്റുകളും കാര്യങ്ങളും ഇതുപോലത്തെ കരിയർ അപ്ഡേറ്റ്സുകളും കോളേജുകളുടെ അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ നിങ്ങൾക്ക് ഇൻഫോർമേഷൻസും നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും. അപ്പോൾ ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കോളേജുകളുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഒറ്റനോട്ടത്തിൽ കണ്ട സമയത്ത് കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള ഹോസ്പിറ്റൽ വെച്ച് നോക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ലിസ്റ്റുകൾ താഴെ കമന്റ് ചെയ്യുമ്പോൾ മറ്റു കുട്ടികൾക്ക് മറ്റു വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അത് ഉപകാരപ്പെടും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.